പാണക്കാട് തങ്ങൾ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയെങ്കിലും എടുക്കാൻ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാനും ആഗ്രഹിക്കാത്തവരായ ഒരു കോൺഗ്രസ് നേതാക്കളും ഉണ്ടാകില്ല. കാരണം അത് തങ്ങൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഇമേജ് തന്നെയാണ് പ്രധാനം. എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നതോടെ കോൺഗ്രസുകാരിലുണ്ടായ ചില മാറ്റങ്ങൾ മുസ്ലിം ലീഗിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. രാഹുലും പ്രിയങ്കയും പങ്കെടുക്കുന്ന പരിപാടികളിൽ ലീഗിന്റെ പച്ച പതാകയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അണികളിൽ അസ്വസ്ഥത വളർത്തിയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ഭൂരിപക്ഷ ഹൈന്ദവ വോട്ടുകളുള്ള ഉത്തരേന്ത്യൻ മണ്ഡലങ്ങളിൽ വിജയിക്കാനാകാതെ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിനും ന്യൂനപക്ഷത്തിനും സ്വാധീനമുള്ള വയനാട് മത്സരിക്കാനെത്തുന്നത്. എന്നാൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കുന്നതിനപ്പുറം വഖഫ് പോലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പോലും മൗനം പാലിക്കുന്നത് ഇപ്പോൾ ചർച്ചയായി മാറിക്കഴിഞ്ഞു. വഖഫ് ബില്ല് ഏറെ ചർച്ചയായ ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി പാണക്കാട് സന്ദർശിച്ചത്. എന്നാൽ റംസാൻ നോമ്പുതുറയ്ക്കായി പാണക്കാട് എത്തിയ ഫോട്ടോ പോലും പങ്കുവയ്ക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകാത്തത് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഈ ഫോട്ടോ കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്നാൽ ഏതെങ്കിലും ബേക്കറിയിൽ ഓടിക്കയറി വടയോ പപ്സോ എടുത്തു കഴിച്ച് അടുത്ത മിനിറ്റിൽ തങ്ങളുടെ ഫേസ്ബുക്ക്, എക്സ് അടക്കമുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലും നിമിഷ നേരം കൊണ്ട് പോസ്റ്റ് ചെയ്ത് വൈറലാക്കുന്നതാണ് പതിവ്. ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഉത്തരേന്ത്യയിലെ സകല ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങുന്നവരാണ് രണ്ടുപേരും. ഇതിലാർക്കും തർക്കമുണ്ടാകില്ലല്ലോ. എന്നാൽ ഇതേ പ്രിയങ്ക മാർച്ച് 29-ന് മലപ്പുറം ജില്ലയിൽ പാണക്കാട്ട് തറവാട്ടിൽ തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നോമ്പുതുറയ്ക്ക് വന്നിരുന്നത് ലീഗുകാർ പ്രചരിപ്പിച്ച് നാം എല്ലാവരും കണ്ടതാണ്. എന്നാൽ പ്രിയങ്ക ഗാന്ധി പാണക്കാട് വന്ന് നോമ്പുതുറ സൽക്കാരത്തിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എവിടെയെങ്കിലുമോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജുകളിലോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ കുഞ്ഞാപ്പ അടക്കമുള്ള ലീഗ് നേതാക്കൾ നല്ല BGM എല്ലാം ഇട്ട് പ്രിയങ്ക പാണക്കാട് വരുന്നതും ഈന്തപ്പഴം തൊട്ടുനുണയുന്നത് അടക്കം വന്നു പോകുന്നത് വരെയുള്ള വീഡിയോയും റീൽസുമെല്ലാം ഇട്ടിട്ടുമുണ്ട്. അന്നേ ദിവസം ആ സൽക്കാരത്തിനു മുൻപും പിൻപും പ്രിയങ്ക മലപ്പുറത്ത് പങ്കെടുത്ത സകല പരിപാടികളുടെയും നിരവധി ഫോട്ടോകൾ പതിവ് പോലെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതിനും 2 ദിവസം മുൻപ് പുൽപ്പള്ളി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിൻ്റെ വിവിധ പോസിലുള്ള 7-8 ഫോട്ടോകൾ പോസ്റ്റാൻ മറന്നിട്ടുമില്ല. സകല ബേക്കറികളിലും കയറിയിറങ്ങി സെറ്റിട്ട് ഫോട്ടോഷൂട്ട് നടത്തി പ്രചരിപ്പിക്കുന്ന ആങ്ങളയും പെങ്ങളും എന്തേ പാണക്കാട് പോലെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക നേതാവിൻ്റെ വീട്ടിൽ വന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഏറെ പ്രാധാന്യമുള്ള ചടങ്ങുകളിലൊന്നായ റംസാൻ സൽക്കാരത്തിൽ പങ്കെടുത്തത് മാത്രം പങ്കുവെക്കാതിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും കൗതുകത്തിനെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അപ്പോഴാണ് വഖഫ് ചർച്ച നടന്നപ്പോൾ പാർലമെന്റിൽ ഉണ്ടായിട്ടും പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി രാഹുൽ ഗാന്ധി വാ തുറക്കാതിരുന്നതിൻ്റെയും ന്യൂനപക്ഷ വോട്ട് ഭൂരിപക്ഷമുള്ള വയനാട് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി പാർലമെന്റിലേക്ക് പോയ പ്രിയങ്ക ആ ദിവസം തന്നെ സഭയിൽ പോലും കയറാതെ മുങ്ങിയതിൻ്റെ പിന്നിലെയും കഥ നിങ്ങൾക്ക് മനസ്സിലാകൂ. ഇവന്മാരെ രണ്ടുപേരെയും വെച്ചാണ് പോലും നാം ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം നയിക്കേണ്ടത്. ഇനി സ്വന്തം മണ്ഡലത്തിൽ വന്നാൽ പോലും മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിൽ കാലുകുത്താൻ പോലും സാധ്യത കുറവാണ്. മലപ്പുറം ജില്ലയ്ക്ക് ഇങ്ങനെയൊരു മുസ്ലിം ബ്രാൻഡ് നൽകിയത് വെള്ളാപ്പള്ളിയോ സംഘപരിവാറോ ആയിരുന്നില്ല. മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കായി നമ്പൂതിരി ഉണ്ടാക്കിയ കുട്ടി പാകിസ്ഥാൻ എന്ന് ആദ്യമായി വിളിച്ചതും മലപ്പുറത്തിനെതിരെ ജനസംഘത്തെ കൂട്ടി തെരുവിലിറങ്ങിയതും കേരള ഗാന്ധി എന്ന് കോൺഗ്രസുകാർ വിളിക്കുന്ന കേളപ്പൻ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും കോൺഗ്രസ് ആയിരുന്നു.